എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്ററായ നന്ന ഫൻകാർ കുഞ്ഞു കലാകാരൻ. ഓക്കെ, പാഠത്തിലേക്ക് കിടക്കാം. वो लड़का एक चौकोर लाल पत्थर के पास बैठ गया. उसने जल्दी जल्दी कोई प्रार्थना बुदबुदाई और चेनी हथौड़ा उठाकर अपने काम में जुट गया. वो लड़का आ आनकुटी एक चौकोर लाल पत्थर के पास बैठ गया. एक चौकोर लाल पत्थर, चौकोर स्क्वायर ഷേപ്പിലുള്ള ലാൽ പത്തർ, റെഡ് സ്റ്റോൺ, ചുവന്ന കല്ലിൻ്റെ അടുത്ത് ഇരുന്നു. ഉസ്നെ ജൽദി ജൽദി കൊയ് പ്രാർത്ഥന ബുദ്ബുദായി. ഉസ്നെ ആ ആൺകുട്ടി, അവൻ ജൽദി ജൽദി വളരെ വേഗതയിൽ കൊയ് പ്രാർത്ഥന ബുദ്ബുദായി, എന്തോ ഒരു പ്രാർത്ഥന ഉരുവിട്ടു. അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രാർത്ഥന ഉരുവിട്ടു. അവർ ചേനി ഹത്തോഡ ഉഡാക്കർ, എന്നിട്ട് എന്ത് ചെയ്തു? ചേനി ഉളിയാണ്, ഹത്തോഡ ചുറ്റികയാണ്. അപ്പോൾ ഉളിയും ചുറ്റികയും എടുത്തിട്ട് അപ്നെ കാംമേൻ ജുട്കയ, തൻ്റെ ജോലിയിൽ മുഴുകി. കുछ दिन पहले ही उसने इस पत्थर पर घंटियों की कतारें और कड़ियाँ उकेरना शुरू किया था. कुछ दिन पहले ही, കുറച്ച് ദിവസം മുന്നേ തന്നെ, ഉസ്നെ ഇസ് പത്തർ പർ, അവൻ ഈ കല്ലിൽ ഘണ്ടിയോं की कतारें, ഘണ്ടി മണിയാണ്, മണികളുടെയൊക്കെ ലൈൻസ്, അതിൽ കാണുന്ന ഡിസൈൻസ്, അതുപോലെ തന്നെ കടിയ, അതിൽ കാണുന്ന ചങ്ങല മാതിരിയുള്ള ഡിസൈൻസ്, ഇതൊക്കെ കൊത്തുപണി ചെയ്യാൻ വേണ്ടി അവൻ ആരംഭിച്ചിരുന്നു. ലഡ്കേനെ ഏക് അദ്ബനി അധൂരി ഘണ്ടി പർ ചേനി की नोक टिकाई और सावधानीपूर्वक हथौड़े से घंटी पर नक्काशी करने में जुट गया. ലഡ്കേനെ ഏക് അദ്ബനി, അദ്ബനി എന്ന് പറഞ്ഞാൽ ഹാഫ് പണി കഴിഞ്ഞ, പകുതി പണി കഴിഞ്ഞ, അധൂരി ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള. അപ്പം ആൺകുട്ടി എന്താ ചെയ്യുന്നത്? പകുതി പണി കഴിഞ്ഞ, പൂർത്തിയാകാത്ത ഈ ഘണ്ടിപ്പർ, ആ മണിയിൽ ചേനിക്ക് നോക്ക് ടിക്കായി, ചേനി നമ്മൾ ആദ്യമേ പറഞ്ഞു ഉളിയാണ്, ആ ഉളി വെച്ചിട്ട് ഉളിയുടെ നോക്ക് ടിക്കായി, നോക്ക് മീൻസ് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള പോർഷൻ വെച്ച് എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ അടിക്കാൻ, അതിൽ കൊത്താൻ തുടങ്ങുകയാണ്. അതായത് അടുത്ത ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ സാവധാനിപൂർവക്, വളരെ കെയർഫുള്ളായിട്ട്, ഹഥൗഡേസെ ഘണ്ടി പർ നക്കാശി കർണേമേം ജുടുകയ, ആ ചുറ്റിക കൊണ്ട്, ഹഥൗഡേസെ വളരെ കെയർഫുള്ളായിട്ട് ചുറ്റിക കൊണ്ട്, ഘണ്ടി പർ, ആ മണിയിൽ, നക്കാശി കർണേമേം ജുടുകയ, കൊത്തുപണി ചെയ്യാൻ അവൻ ആ ഒരു ജോലിയിൽ അവന് മുഴുകി. हथौड़े के वार से पत्थर पर जो कटाव उभरता, उससे पत्थर की किरचें चितरा जाती और वह आंखें सिकोट लेता. हथौड़े के वार से, ചുറ്റിയെ കൊണ്ട് ആ ഉളിയിൽ അടിക്കുമ്പോൾ, പത്തർ പർ ജോ കട്ടാവ് ഉഭർത്ത, ആ പത്തർ, ആ കല്ലിൽ എന്തുണ്ടാവും? ജോ കട്ടാവ് ഉഭർത്ത, ഒരു മുറിവ്, അല്ലെങ്കിൽ അതിൽ ആ കല്ലിനെ വെട്ടുമ്പോൾ, സുസെ പത്തർക്കി കിർച്ചയം, ആ സമയത്ത് പത്തർക്കി കിർച്ചയം എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ചീളുകൾ, ചിത്തരാജാതി, എന്ത് ചെയ്യും? ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ തെറിച്ച് വീഴാറുണ്ട്. അവർ ആംഗേം സിക്കോഡിലെത്ത, അപ്പോൾ അവൻ എന്താ ചെയ്യുന്ന? ആംഗേം സിക്കോഡിനെന്ന് പറഞ്ഞാൽ കണ്ണിനെ ഇങ്ങനെ വളരെ ചുരുക്കി, വളരെ ചെറുതായിട്ട് കണ്ണ് തുറന്നു പിടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം അടച്ചവൻ കാണത്തക്ക അത്രയും മാത്രമേ അവൻ തുറന്നു പിടിച്ചിട്ടുള്ളൂ, കാരണം അവൻ്റെ കണ്ണിൽ ഇതിൻ്റെ ചീള് തെറിക്കാതിരിക്കാനായിട്ട്. साथ साथ धीमी आवाज़ में वह कुछ गुनगुनाने भी लगता.
ഗുൻഗുനാന മൂളിപ്പാട്ട് പാടുക. അപ്പം അതോടൊപ്പം തന്നെ സദീമി ആവാസ് എന്ന് പറഞ്ഞാൽ വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൻ എന്തോ മൂളിപ്പാട്ട് പാടുന്നുണ്ട്. ഉസ്കെ ചാരോ മോർ ദൂസരെ സംഗത് രാശി ബി അപ്നെ അപ്നെ കാമേം ഡൂബെ ഹുയേ ഥേ. ഉസ്കെ ചാരോ മോർ എന്ന് പറഞ്ഞാൽ 4 വശത്തും, അവൻ്റെ 4 വശത്തും ദൂസരെ സംഗത് രാശി മറ്റു കൊത്തുപണിക്കാരും അപ്നെ അപ്നെ കാമേം അവരവരുടെ തൊഴിലിൽ ഡൂബെ ഹുയേ ഥേ അവരും അവരവരുടെ തൊഴിലിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവനും അവൻ്റെ ചുറ്റുപാടുള്ളവരെല്ലാം ഈ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഓക്കെ. केशव 10 साल का था और अभी अपना काम सीख ही रहा था. केशव 10 साल का था. കേശവൻ്റെ ഏജ് എന്ന് പറയുന്നത് 10 വയസ്സായിരുന്നു. और अभी अपना काम सीख ही रहा था. ഇപ്പോഴായിട്ട് അവൻ്റെ ജോലി പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. पिता के एक बार करके दिखा देने पर वो सीधी लकीरों वाले और घुमावदार डिज़ाइन उकेर सकता था. पिता के एक बार करके दिखा देने पर അച്ഛൻ ഒരു പ്രാവശ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ വഹ് സീതി ലക്കീറും വാലെ വളരെ നേർരേഖകൾ, സീതി ലക്കീർ നേരെയുള്ള ലൈൻസ്, ഒരു ഘുമാവതാർ ഡിസൈൻ കർവ് ഷേപ്പിലുള്ള ഡിസൈൻസ്, ഇതൊക്കെ ഇവൻ എന്ത് ചെയ്യുമായിരുന്നു? ഉക്കേർ സക്താഥ അവന് അത് കൊത്തി എടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ഡിസൈൻസ് അവന് ചെയ്യുമായിരുന്നു, അങ്ങനെയുള്ള കൊത്തുപണികൾ അവൻ ചെയ്യുമായിരുന്നു. अब तक उसने नक्काशी का जो भी काम किया था उनमें से इन घंटियों को बनाना ही सबसे ज़्यादा मुश्किल था. अब तक उसने नक्काशी का जो भी काम किया था, इതുവരെ अब तक എന്ന് പറഞ്ഞാൽ ഇതുവരെ, उसने नक्काशी का जो भी काम किया था കൊത്തുപണിയുടെ ഏതൊക്കെ ജോലികളാണോ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉന്മേം സെ ഇൻ ഘണ്ടിയോങ്കോ ബനാനാഹി അതിലൊക്കെ വെച്ചിട്ട് ഈ മണികൾ നിർമ്മിക്കുന്നത് തന്നെയായിരുന്നു സബ്സെ ജ്യാദ മുഷ്കിൽ ഏറ്റവും അവന് ബുദ്ധിമുട്ട് തോന്നിയിരുന്നത്. കേശവ് ജാൻതാ था कि एक दिन तो ऐसा ज़रूर आएगा जब वह बहुत बारीक जालियाँ महीन नफीस बेलबूटे कमल के फूल लहराते हुए सांप और इटलाकर चलते हुए घोड़े ये सब पत्थर पर उकेर पाएगा. ठीक उसी तरह जैसे उसके पापा बनाते. हाय കേശവ് ജാൻതാക്കി കേശവന് അറിയാമായിരുന്നു ഏക് ദിൻ തോ ഈസ ജറൂർ ആയേഗ ഇങ്ങനെ ഒരു ദിവസം ഉറപ്പായിട്ട് വരും. എങ്ങനെ ഒരു ദിവസമാണ്? ബഹുത്ത് ബാരിക് ജാലിയ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള അഴികൾ, മഹീൻ നഫീസ് ബേൽബൂട്ടെ വളരെ നേരിയതും സുന്ദരവുമായ മഹീൻ നഫീസ് ബേൽബൂട്ടെ വള്ളിച്ചെടികൾ, കമൽ കെ ഫൂൽ താമര പുഷ്പങ്ങൾ, അതുപോലെ തന്നെ ലഹറാത്തെ ഹുയെ സാമ്പ് പത്തി വിടർത്തിയാടുന്ന സർപ്പം, അവർ ഇഡ്ലാക്കർ ചലത്തെ ഹുയെ വളരെ പ്രൗഢിയോടുകൂടി ഓടുന്ന കുതിര, എസ പത്തർ पर ഉഖേർ പായക ഇതെല്ലാം കല്ലിൽ അവനെ കൊണ്ട് കൊത്തിയെടുക്കാൻ സാധിക്കുമെന്ന് അവന് അറിയാമായിരുന്നു. ടീക്ക് ഉസി തറഹ് ജൈസെ ഉസ്കെ പാപ്പ ബനാത്തെ ഹെ അതുപോലെ ഏതുപോലെ ജൈസെ ഉസ്കെ പാപ്പ അവൻ്റെ അച്ഛൻ എങ്ങനെയാണോ നിർമ്മിക്കുന്നത് ഇപ്പോൾ അതുപോലെ ഇതെല്ലാം അവന് ചെയ്യാൻ സാധിക്കുമെന്ന്, ഒരു ദിവസം വരും അന്ന് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവന് അറിയാമായിരുന്നു. पैदा भी नहीं हुआ था उसके माता पिता गुजरात से आगरा आकर बस गए थे कई साल पहले. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജബ് पैदा भी नहीं हुआ था ഈ കുട്ടി ഉണ്ടായിട്ട് പോലും കേശവ് ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഉസ്കെ മാതാപിതാ ഗുജറാത്ത് സെ ആഗ്ര ആക്കർ ബസ് ഗയേ ഥേ അവൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്തു? ഗുജറാത്തിൽ നിന്ന് ആഗ്രയിൽ വന്ന് താമസം തുടങ്ങിയിരുന്നു. ബാദ്ഷാ അക്ബർ ഉസ് വക്ത് ആഗ്രേ കാ കില ബൻവാർ രഹേ ഥേ. ബാദ്ഷാഹ് അക്ബർ ചക്രവർത്തി ഉസ് വക്ത് ആ സമയത്ത് ആഗ്രേ കാ കില ആഗ്ര കോട്ട നിർമ്മിക്കുകയായിരുന്നു. അവർ കേശവ്ക്ക് പിതാക്കോ ഹിം കാം മിൽ ഗയ കേശവിൻ്റെ അച്ഛനും അവിടെ ആ സമയത്ത് ജോലി ലഭിച്ചു. കേശവ് കാ ജന്മ ഭി ആഗ്ര മേ ഹി ഹുവാ ഥാ കേശവിൻ്റെ ജനനവും ഈ ആഗ്രയിൽ തന്നെയായിരുന്നു. ഉസ്കെ ഗുജറാത്ത് കെ പുശ്തൈനി ഗാവ് ജാനെ കാ തോ കബി മൗക്ക ഹി നഹി മില. ഉസ്കെ ഗുജറാത്ത് കെ പുശ്തൈനി ഗാവ് എന്ന് പറഞ്ഞാൽ പൈതൃക ഗ്രാമം, പാരമ്പര്യ ഗ്രാമം. ഗുജറാത്തിലെ ആ പൈതൃക ഗ്രാമത്തിലേക്ക് ജാനേക്കാത്തോ കബി മൗക്ക ഹി നഹി മൗക്ക മിലിന് അവസരം ലഭിക്കുക, മൗക്ക ഹി നഹി മില അവിടേക്ക് പോകാനുള്ള ആ ഗുജറാത്തിലെ പൈതൃക ഗ്രാമത്തിലേക്ക് പോകാനുള്ള അവസരം അവന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആഗ്രയ്ക്ക് ഗലിയാം ഔർ അബ് സിഖ്രി ബസ് എഗി ഉസ്ക ഘർ ഥ
ആഗ്ര കി ഗലിയാം, ഈ ആഗ്രയിലെ തെരുവുകളും. और अब സിക്രി, സിക്രി ഫത്തേപൂർ സിക്രി, ഈ ഫത്തേപൂർ സിക്രിയും ഒക്കെയാണ്. ബസ് യഹി ഉസ്കാ ഘർ താ, ഇതൊക്കെ തന്നെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട്. चारों ओर हो रही छेनी हथौड़ों की टक टक खटखट के बीच केशव को किसी के कदमों की आहट भी न सुनाई पड़ी. चारों ओर हो रही छेनी हथौड़ों, ആ 4 സൈഡിലും കേൾക്കുന്നതായിട്ടുള്ള ആ ചേനി ഹഥോടും ഈ ഉളിയും ചുറ്റിയും കൊണ്ടുള്ള ആ ടക് ടക് കട്ട് കട്ട് എന്നുള്ള ആ സൗണ്ട്, ആ ശബ്ദത്തിൻ്റെ ഇടയിൽ കേശവ്ക്കോ കിസിക്കെ കദമോ കി ആഹട്ട്, കേശവ്ക്കോ കിസിക്കെ കദമോ, കേശവിന് ആരുടെയും ഒരു കഥം, ഒരു കാൽപ്പെരുമാറ്റത്തിൻ്റെ പോലും ആഹട്, ആ ഒരു ശബ്ദം പോലും നസുനായി പടി, അവന് കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഇസ്ലിയെ അച്ചാനക് കാനോമേ ഏക് ആവാസ് പഠനെ പർ വഹ് ചൗങ്കയാ, അതുകൊണ്ട് തന്നെ അച്ചാനക്, ഇസ്ലിയെ അതുകൊണ്ട് തന്നെ, അച്ചാനക് മീൻസ് സഡൻലി, പെട്ടെന്ന്, കാനോമേ ഏക് ആവാസ് ചെവികളിൽ ഒരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ, ചൗങ്കയാ അവൻ ഞെട്ടി. മാഷാ एक घड़िया कितनी सुंदर है, तुमने खुद बनाई है. മാഷാ एक घड़िया कितनी सुंदर है, ഈ മണികൾ എത്ര മനോഹരമാണ്. തുമ്നെ ഖുദ് ബനായി ഹേ, ഖുദ് മീൻസ് സ്വയം, നീ സ്വയം ഉണ്ടാക്കിയതാണോ. पीछे मुड़कर केशव ने आंखें उड़ाई तो उसे एक आदमी दिखा. पीछे मुड़कर केशव ने आंखें उड़ाई, पीछे मुड़ना തിരിഞ്ഞു നോക്കി, തിരിയുക, തിരിഞ്ഞ് കേശവ് ആംഖെ ഉടായി, എന്ത് ചെയ്തു, കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ, ഉസേ ഏക്ക് ആത്മീ ദിഖ, ഒരു മനുഷ്യനെ കണ്ടു കേശവ്. അപ്പം ചോദിച്ച വ്യക്തിനെ കേശവ് കണ്ടു. ബേശക് മേനെ ഹി ഏക് ഘണ്ടിയ ബനായി ഹേ, ബേശക് നിസംശയം, യാതൊരു സംശയവുമില്ല, മേനെ ഹി ഏക് ഘണ്ടിയ ബനായി ഹേ, ഞാൻ തന്നെയാണ് ഈ മണികൾ നിർമ്മിച്ചത്. क्या मैं आपको पत्थरों पर नक्काशी करता नजर नहीं आ रहा, क्या मैं आपको पत्थरों पर नक्काशी करता नजर नहीं आ रहा, താങ്കൾക്ക് കാണത്തില്ലേ ഞാൻ ഈ കല്ലുകളിൽ കൊത്തുപണി നടത്തുന്നത്, താങ്കൾക്ക് കാണാൻ പറ്റുന്നില്ലേ. देखते नहीं मैं ही पत्थर को तराश रहा हूँ, കണ്ടില്ലേ ഞാൻ തന്നെയാണ് ഈ കല്ലിൽ കൊത്തുപണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേശവിനെ ബഡി തൽക്കീസെ ജവാബ് ദിയ, ബഡി തൽക്കീസെ കുറച്ച് കടുപ്പിച്ച് ബിറ്ററായിട്ട് കേശവ് എന്ത് ചെയ്തു, ജവാബ് ദിയ, മറുപടി പറഞ്ഞു. ദിക്താ തോ ഹേ पर तुम इतने छोटे लगते हो ना, वह आदमी हंसते हुए बोला. दिखता तो है, കാണാനൊക്കെ പറ്റുന്നുണ്ട്. पर तुम इतने छोटे लगते हो ना, പക്ഷേ നിങ്ങൾ വളരെ ഒരു ചെറിയ കുട്ടിയാണല്ലോ എന്ന് ചോദിച്ചു. ആദ്മി ഹസ്തേ ഹുയെ പോല, ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത് ആ മനുഷ്യൻ. ഞാൻ 10 साल का हूँ, ഞാൻ 10 വയസ്സുള്ളതാണ്, എനിക്ക് 10 വയസ്സുണ്ട് എന്ന് പറഞ്ഞു. 10 अच्छा, आदमी पास पड़े पत्थर पर बैठते हुए बोला. तब तो काफ़ी बड़े हो, मैंने भी 13 साल की उम्र में एक लड़ाई में हिस्सा लिया था. 10 अच्छा, 10 കൊള്ളാം. വഹ ആദ്മി പാസ് പടേ പത്തർ പർ ബേട്ടെ ഹുയെ പോലെ, ആ മനുഷ്യൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത് കിടന്ന ഒരു കല്ലിൽ അങ്ങനെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. തപ്തോ കാഫി ബഡേ ഹോ, അപ്പം വലിയ ആളാണല്ലോ, 10 വയസ്സുണ്ടെങ്കിൽ വലിയ ആളാണല്ലോ എന്ന് വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു സെൻറ്റൻസാണ്. मैंने भी 13 साल की उम्र में, ഞാനും 13 साल की उम्र में 13 വയസ്സുള്ളപ്പോൾ एक लड़ाई में हिस्सा लिया था, ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കേശവിൻ്റെ അടുത്ത് ആ മനുഷ്യൻ പറഞ്ഞു. अब केशव उस आदमी को अच्छी तरह देख पा रहा था. കേശവ് ഉസ് ആദ്മി കോ അച്ചി തരഹ് ദേഖ് പാ രഹാ. ഇപ്പോൾ കേശവിന് ശരിക്കും ആ മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം മുന്നിൽ വന്ന് കേശവിൻ്റെ മുൻപിൽ കിടന്ന കല്ലിലാണല്ലോ വന്നിരുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഉസ്കി ഉമ്ര രഹി ഹോഗി 30 से ऊपर, അദ്ദേഹത്തിൻ്റെ പ്രായം ശരിക്കും പറഞ്ഞാൽ 30 से ऊपर, ഒരു 30-ന് മുകളിൽ പ്രായം. കത് മഞ്ചോല ഥ, കത് മഞ്ചോല ഹൈറ്റ് മീഡിയം. सफ़ेद अंगरखा और പജാമ പെഹനെ ഹുയേ ഥാ. സഫേദ് അങ്കരഖ, വൈറ്റ് കളറിലുള്ള, അങ്കരഖ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ധരിക്കുന്ന ഒരു തരം മേൽക്കുപ്പായമാണ്, അതും പൈജാമയും പെഹനെ ഹുയേ ഥാ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്കെ ലംബെ ബാൽ
गहरे लाल रंग की पगड़ी में अच्छी तरह से ढके हुए थे. उसके लंबे बाल, അദ്ദേഹത്തിൻ്റെ നീണ്ട മുടി, ഗഹരെ ലാൽ രംഗ് കി പഗടി മേ, വളരെ ബ്രൈറ്റായിട്ടുള്ള ലാൽ രംഗ് കി പഗടി മേ, ചുവപ്പ് നിറത്തിലുള്ള തലപ്പാവ്, പഗടി, ആ പഗടിക്കുള്ളിൽ അച്ചി തരഹ്സെ ടക്കേ ഹുയേ ഥേ, എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തലപ്പാവിനുള്ളിലായിട്ട് ആ നീളമുള്ള മുടിയെ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ലഗ്താ ഹെ കോയി ബഹുത് ബഡാ ആദ്മി ഹെ, ലഗ്താ ഹെ തോന്നുന്നു, കോയി ബഹുത് ബഡാ ആദ്മി ഹെ, ഏതോ വലിയ മനുഷ്യനാണ്. केशव ने उस आदमी के गले में पड़ी बड़े बड़े मोतियों की माला और उंगलियों में अंगूठियों को देखते हुए सोचा. എന്തുകൊണ്ടാണ് കേശവ് ഇങ്ങനെ ചിന്തിച്ച് വളരെ വലിയ മനുഷ്യനായിരിക്കും എന്ന്? കേശവിനെ ഉസ് ആത്മീക്ക് ഗലേമേ, ഗല കഴുത്താണ്, കേശവ് ആ മനുഷ്യൻ്റെ കഴുത്തിൽ കിടന്ന ബെഡെ ബെഡെ മോത്തിയോങ്കി മാല, വലിയ വലിയ മുത്തുകൾ കൊണ്ടുള്ള മാലയും, ഉങ്കലിയോങ്കി അങ്കൂട്ടിയം, വിരലുകളിൽ, ഉങ്കലി വിരലാണ്, വിരലുകളിൽ അണിഞ്ഞിരുന്ന മോതിരവും കണ്ടു കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു വലിയ മനുഷ്യനാവും. तीखी नाक, बड़ी बड़ी आंखें, होंठों को ढकते हुए नीचे की तरफ आती घनी मूछें. केशव उस आदमी के व्यक्तित्व का मुआयना कर रहा था कि तभी उस आदमी ने एक नक्काशी की तरफ इशारा करते हुए कहा, इस लड़ी में अभी काफ़ी कम बाकी है. तीखी नाक, വളരെ ഷാർപ്പായിട്ടുള്ള നോസ്, ബഡി ബഡി ആംഖേं, വലിയ കണ്ണുകൾ, ഹോണ്ടോ കോ ടക്തേ ഹുയെ നീച്ചെ കി തരഫ് ആത്തി ഘനി മൂഞ്ചെ, ഹോണ്ട് ചുണ്ടുകളാണ്, ഹോണ്ടോ കോ ടക്തേ ഹുയെ, ചുണ്ടുകളെ കവർ ചെയ്തുകൊണ്ട്, നീച്ചയ്ക്ക് തരഫ് ആത്തി, താഴേക്ക് വളർന്നിരിക്കുന്ന, ഘനി മൂഞ്ചെ, വളരെ തിക്കായിട്ടുള്ള, ഘനി തിക്കായിട്ടുള്ള, മൂഞ്ചെ മീശ. केशव उस आदमी के व्यक्तित्व का मुआयना कर ही रहा था कि तभी उस आदमी ने एक नक्काशी की तरफ इशारा करते हुए कहा, इस लड़ी में अभी काफ़ी काम बाकी है. केशव उस आदमी के व्यक्तित्व का मुआयना कर ही रहा था. मुआयना करना, നിരീക്ഷണം നടത്തുക. കേശവ് അദ്ദേഹത്തിൻ്റെ, ആ വന്നിരുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഏക്ക് നക്കാശിക്ക് തരഫ് ഇഷാര കർത്തേ, ഒരു കൊത്തുപണിയിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇസ് ലഡീമേ അബി കാഫി കം ബാക്കി ഹെ, ഈ കൂട്ടിയിട്ടിരിക്കുന്ന മണികളിൽ, ലഡി കൂട്ടിവെച്ച മണികളാണ്, ഈ മണികളിൽ കാഫി കം ബാക്കി ഹെ, ഒരുപാട് പണികൾ ഇനി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. इससे पहले कि केशव कोई जवाब देता, उसने किसी के तेज़ी से दौड़कर आने की आवाज़ सुनी. അതിന് കേശവ് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആരോ വളരെ വേഗതയിൽ ഓടി വരുന്നതിൻ്റെ ഒരു ശബ്ദം കേശവ് കേട്ടു. और कोई नहीं महल का पहरेदार था. और कोई नहीं, ഇത് മറ്റാരുമല്ലായിരുന്നു, മെഹൽ കാ പെഹരേദാർ ഥ, മെഹൽ കൊട്ടാരത്തിൻ്റെ, രാജകൊട്ടാരത്തിൻ്റെ പെഹരേദാർ ഥ, കാവൽക്കാരനായിരുന്നു. हुजूर माफ़ करें, मुझे अपने आपके आने का पता ही नहीं चला. हुजूर माफ़ करें, മഹാരാജ് ക്ഷമിക്കണം എന്നോട്, മുझे आपके आने का पता ही नहीं चला, എനിക്കറിയില്ലായിരുന്നു, താങ്കളുടെ വരവ് എനിക്കറിയില്ലായിരുന്നു. ഹാഫ്തെ ഹുയെ ഉസ്നെ കഹ, ഹാഫ്ന മീൻസ് ഓടി കിതച്ചുകൊണ്ടാണ്, ഓടി വന്നതിൻ്റെ ആ കിതപ്പ്, അതിനാണ് ഹാഫ്ന എന്ന് പറയുന്നത്. അങ്ങനെ കിതച്ചുകൊണ്ടാണ് കാവൽക്കാരൻ പറയുന്നത്. ഫിർ വഹ് മുഡ്കർ ഫൗഞ്ചങ് സെ ഖടെ കേശവ് കോ ഘൂർത്തെ ഹുയെ ബോല. ഫിർ വഹ് മുഡ്കർ, പിന്നീട് അദ്ദേഹം തിരിഞ്ഞിട്ട്, കാവൽക്കാരൻ തിരിഞ്ഞിട്ട്, ഫൗഞ്ചങ് സെ ഖടെ, അമ്പരന്ന് നിൽക്കുന്ന കേശവിനെ, ഘൂർത്തെ ഹുയെ ബോല, സൂക്ഷിച്ച് നോക്കിക്കൊണ്ട്, തുറച്ചു നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ബേക്കൂഫ് കടാഹോ, ബേക്കൂഫ് മടയൻ, എണീറ്റ് നിൽക്ക്, ഖടാഹോ നിൽക്ക്, എണീറ്റ്. ഹുസൂരെ ആലാക്കെ സാമനെ ബൈഠനെ കി ജുറത് കൈസേ കി തൂനെ ജുക്കർ സലാം കറിനെ. ഹുസൂർ ആലാക്കെ സാമനെ, രാജാവിൻ്റെ മുന്നിൽ, ബൈഠ്നേക്ക് ജുറത്, ഇരിക്കാനുള്ള ധൈര്യം, ജുറത് ധൈര്യമാണ്. കൈസേക്ക് തൂനെ, നിനക്ക് എവിടെ നിന്ന് കിട്ടി, ആ രാജാവിൻ്റെ മുന്നിൽ ഇരിക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ കിട്ടി? ചുക്കർ സലാം കർ ഇനെ, ചുക്ന മീൻസ് കുനിയുക, കുനിഞ്ഞു നിന്ന് അദ്ദേഹത്തെ സലാം കർ മീൻസ് അദ്ദേഹത്തെ വണങ്ങ എന്ന് ആര് പറഞ്ഞു? ഈ പെഹരേദാർ, ഈ കാവൽക്കാരന് കേശുവിൻ്റെ അടുത്ത് പറഞ്ഞു. अब केशव का माथा ठनका.
उसे कुछ कुछ समझ आ रहा था. अब കേശവ് का മാതാ ഠൻക എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന എന്തെങ്കിലും ആപത്തിനെ പറ്റി മുൻകൂട്ടി ആശങ്കയുണ്ടാകുന്നതിനെയാണ് മാതാ ഠൻക എന്ന് പറയുന്നത്. അപ്പോൾ കേശവിന് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു ആശങ്കയുണ്ടായിട്ട് ഉസെ കുച്ച് കുച്ച് സമജ് ആ രഹാ ഥ, എന്തൊക്കെയോ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ബദഹ്വാസി മേ ചേനി ഹാത്ത് സെ ചൂട്ട് കർ നീച്ചെ ഗിരി. ബദഹ്വാസി മേ, ആ വെപ്രാളത്തിൽ ചേനി ഹാത്ത് സെ ചൂട്ട് കർ നീച്ചെ ഗിരി. ചേനി, ആ ഉളി എന്ത് ചെയ്തു? ഹാത്ത് സെ ചൂട് കർ, കയ്യിൽ നിന്ന് നീച്ചെ ഗിരി, താഴെ വീണു. ജൽദി സെ ഉട്കർ ഖടാ ഹോ ഗയ, അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് എണീറ്റ് നിന്നു. അരേ കഹിയെ ബാദ്ഷാ അക്ബർ തോ നഹി, അത് ഇത് ബാദ്ഷാ അക്ബർ ചക്രവർത്തി അല്ലേ? ഈ ഖ്യാൽ ആത്തെ ഹി ഉസ്നെ ചുക്കർ സലാം കി. ഖ്യാൽ ആത്തെ ഹി, ഈ ഓർമ്മ വന്നപ്പോൾ തന്നെ, ഈ ഒരു കാര്യം മനസ്സിൽ വന്നപ്പോൾ തന്നെ, അക്ബർ ചക്രവർത്തി ആണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ, ഉസ്നെ ചുക്കർ, അവൻ കുനിഞ്ഞ് സലാം കിയ, വണങ്ങി. और खरगोश की सी कादर नजरों से अकबर को देखने लगा. खरगोशिനെ പോലെ, മുയലിനെ പോലെ കാദർ നസ്റോം സെ, ഭയപ്പെട്ട കണ്ണുകൾ കൊണ്ട് അക്ബർ ചക്രവർത്തിനെ അവൻ നോക്കാൻ തുടങ്ങി. അക്ബർ കോ പെഹരേദാർ കി ദഖൽ അന്താസി ഭാലി ന ലഗി. അക്ബർ ചക്രവർത്തിക്ക് പെഹരേദാർ കി ദഖൽ അന്താസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടൽ, പെഹരേദാറിൻ്റെ, ആ കാവൽക്കാരൻ്റെ ആ ഇടപെടൽ ഭലീന ലഗി, അത്ര നന്നായി തോന്നിയില്ല. ഉन्होंने खींच कर पहरेदार को वहाँ से जाने का इशारा करते हुए कहा, ठीक है सिपाही, कुछ देर के लिए हमें अकेला छोड़ दो. उन्हें खींचന ശകാരിച്ചിട്ടെന്ന പോലെ പെഹരീദാറിൻ്റെ അടുത്ത് കാവൽക്കാരനോട് വഹാസ ജാനെ ക ഇഷാര കർത്ത, അവിടുന്ന് പോകാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് ടി ഹെ സിപ്പാഹി പറഞ്ഞു, ശരി ഭടൻ, കുച്ച് ദേർ കേലിയെ ഹമേ അഖേല ചോടുത്തു, കുറച്ച് നേരത്തേക്ക് നമ്മളെ ഒറ്റയ്ക്ക് വിടുമെന്ന്, തനിച്ച് വിടുമെന്ന് പറഞ്ഞു. പെഹരേദാർ തോ ചലാ ഗയ മഗർ കേശവ് അസമഞ്ജസ്മേം ധ. പെഹരേദാർ അവിടുന്ന് പോയി, കാവൽക്കാരൻ അവിടുന്ന് പോയി. മഗർ, എന്നാൽ കേശവ് അസമഞ്ജസ്മേം ധ, കേശവ് ഒരുതരം പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലായിരുന്നു. അസമഞ്ജസ്മേം ധ കി ഉസെ ക്യാ കർണ ചാഹി, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു തരം പ്രതിസന്ധിയിലായിരുന്നു നമ്മുടെ കേശവ്. വാപ്പസ് അപ്ന നക്കാശി കാ കാം ശുരു കരെ യാ ബാദ്ഷാ കെ ഹുക്ം കെ ഇന്തസാർ മേ ഖടാ രഹേ. വാപ്പസ് അപ്ന നക്കാശി കാ കാം ശുരു കരെ, തിരികെ തൻ്റെ നക്കാശി കാ കാം, തൻ്റെ കൊത്തുപണിയിലേക്ക് മടങ്ങിപ്പോകണമോ, യാ അതോ ബാദ്ഷാക്ക് ഹുക്കും കെ ഇന്തസാർ മേ ഖടാ രഹേ, ബാദ്ഷാഹിൻ്റെ, ചക്രവർത്തിയുടെ ഹുക്കും, അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് ഇന്തസാർ മേ ഖടാ ഹോ, ആജ്ഞ പ്രതീക്ഷിച്ച് നിൽക്കണമോ എന്നുള്ള ഒരു പ്രത്യേകതരം പ്രതിസന്ധിയിലായിപ്പോയി നമ്മുടെ കേശവ്. ദിൽ തോ ഉസ്ക അബീബി ദഗ് ദഗ് കർ രഹാ ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേശവിൻ്റെ ദിൽ, അവൻ്റെ ഹൃദയം ശരിക്കും ഇപ്പോഴും അബീബി ഇപ്പോഴും ദഗ് ദഗ് കർ രഹാ ഥ, ഇങ്ങനെ ഇടിച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാ പർ അവ ഡരാ ഹുവാ നഹീ ഥ, എന്നാൽ ഇപ്പോൾ അവന് ഭയം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അക്ബർ പ്യാർ സെ ഉസെ ദേഖ്തെ ഹുയെ മുസ്കുരാ രഹേ ഥേ. അക്ബർ ചക്രവർത്തി വളരെ സ്നേഹത്തോടെ ഉസെ ദേഖ്തെ ഹുയെ, അവനെ നോക്കിക്കൊണ്ട് മുസ്കുരാ രഹേ ഥേ, പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ആ ഒരു ഭയം പോയി എന്നാണ് പറയുന്നത്. പാഠം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു പാർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയിപ്പോവും, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാകും, കേൾക്കാനൊക്കെ ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ 2ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.